ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 10th ലെവൽ പ്രിലിമിനറി എക്സാം, അതായത് നമ്മുടെ 10ാം ക്ലാസ് വരെ യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പ്രിലിമിനറി എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് PSC. അപ്പം എന്ന് മുതലാണ് കൺഫർമേഷൻ നമ്മൾക്ക് കൊടുക്കേണ്ടത്, അത് ഏതൊക്കെ കാറ്റഗറിയിലേക്കുള്ള എക്സാമുകൾക്കാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ അധികം ഒന്ന് കത്തിയൊന്നും വെക്കണ്ട, നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ കോമൺ പ്രിലിമിനറി ടെസ്റ്റ് അപ് ടു SSLC ലെവൽ ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഫെബ്രുവരി 2021 പരീക്ഷ നടക്കുന്നതെന്ന് PSC പിന്നീട് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രം സീരിയൽ നമ്പർ 1 to സീരിയൽ നമ്പർ 149, അത് 1 മുതൽ 149 വരെയുള്ള സീരിയൽ നമ്പറുകൾക്ക് 23/11/2020 മുതൽ 12/12/2020 വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ 150ക്ക് 150ാമത്തെ സീരിയൽ നമ്പറുള്ള ആ ഒരു കാറ്റഗറിക്ക് 4/12/2020 മുതൽ 23/12/2020 വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന LGS, LDC, ഫീൽഡ് വർക്കർ, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ തുടങ്ങിയ പരീക്ഷകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എക്സാമുകളാണ്, ഏതൊക്കെ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു കൺഫർമേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് PSC പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഈ ഒരു കൺഫർമേഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നോക്കാം. ആദ്യമേ ഇതിനകത്ത് ഒന്നാമത് സിലബസ് പറഞ്ഞിട്ടുണ്ട്. വിശദമായ സിലബസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഇതിനു മുമ്പ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മാർക്ക് 100ലാണ്. നമ്മൾ നോർമൽ എക്സാം പോലെ തന്നെ 100 തന്നെയാണ് മാർക്ക്. പിന്നെ മീഡിയം മലയാളം, തമിഴ്, കന്നഡ ഈ 3 മീഡിയത്തിലാണ്. നമ്മുടെ നോർമൽ എക്സാം പോലെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ OMR ആണ്. ഡ്യൂറേഷൻ 1 hour 15 minutes. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഇനി മുതലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആറാമത് പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയിലേക്കും സ്ഥിരീകരണം നൽകണം. അപ്പം നിങ്ങൾ LDCക്കാണ് LDCക്കും LGSനും ഫീൽഡ് വർക്കറിനും സെക്രട്ടേറിയറ്റ് ഓഫീസർ അറ്റൻഡറിനൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അല്ലാതെ LDCക്ക് ഞാൻ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് LGSനോ ബാക്കി ഫീൽഡ് വർക്കറിനോ ഒന്നും കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത്. എല്ലാ തസ്തികകളും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ഈ 10th ലെവൽ വരെ യോഗ്യതയുള്ള ഏത് തസ്തികകളിലേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ളത് എല്ലാത്തിനും നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പറാണ് മലയാളം, തമിഴ്, കന്നഡ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യമുള്ളതെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ നൽകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ മലയാളം മീഡിയമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഫെബ്രുവരിയിലാണ് നടക്കുന്നതെന്ന് PSC വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഏത് ജില്ലയിലായിരിക്കും, എവിടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ സൗകര്യം എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. പിന്നീട് കൺഫർമേഷൻ നമുക്ക് തിരുത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലാണ്, ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതുന്നതെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. ഓരോ ഉദ്യോഗാർത്ഥിക്കും അവർ കൊടുത്ത മാധ്യമത്തിലൂടെ ചോദ്യപേപ്പർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് മലയാളത്തിന് പകരം തമിഴോ കന്നഡയോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മീഡിയത്തിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ കിട്ടത്തുള്ളൂ. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അത് തിരുത്താൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് കൊടുക്കുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം കൊടുക്കുവാൻ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്ന് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കുക. പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടതും. അപ്പോൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു വാണിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നിശ്ചിത സമയം വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷം പരീക്ഷാ തീയതികളും സമയവും പ്രസിദ്ധീകരിക്കുന്നതാണ്.
പിന്നീട് പറഞ്ഞിരിക്കുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുവരെ കൺഫർമേഷൻ കൊടുത്ത പോലെ തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്ന കാര്യം. പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കെ എന്തൊക്കെയാണെന്നൂടെ. ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയ്ക്കും സ്ഥിരീകരണം നൽകണം. അപ്പം നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ തസ്തികയ്ക്കും നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. പിന്നെ ഏത് ഭാഷയിലാണ് ചോദ്യപേപ്പർ വേണ്ടതെന്നും ഏത് ജില്ലയിലാണ് നമ്മൾ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊഫൈലിലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ കൊടുക്കുക. പിന്നെ കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് അവരുടെ എക്സാം എഴുതാൻ അവസരം ലഭിക്കുന്നതല്ല, അപേക്ഷകൾ നിരസിക്കുന്നതുമാണ്. കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷാ തീയതിയും സമയവും പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് 101 മുതൽ 150 വരെയുള്ള സീരിയൽ നമ്പറാണ് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞത്. കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഡേറ്റിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. 1 to 149 വരെയുള്ള ഡേറ്റുകൾക്ക് 23/11/2020 മുതൽ 12/12/2020 വരെയും, സീരിയൽ നമ്പർ 150ക്ക് 4/12/2020 മുതൽ 23/12/2020 വരെയും. അപ്പോൾ ഈ ഒരു സീരിയൽ നമ്പറിനകത്ത് പറഞ്ഞിരിക്കുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. മൊത്തം നമ്മൾ പറയുന്നില്ല, ഏതൊക്കെയാണെന്ന് പ്രധാനപ്പെട്ടത് മാത്രം പറയുകയാണ്. അതിനകത്ത് സീമാൻ വരുന്നുണ്ട്, സീമാന് തന്നെ കുറേ എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡർ, അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൻ ഒരു എക്സാമാണ് ഓഫീസ് അറ്റൻഡർ. 4ാമത് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ 89/2019 ആണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ കേരള PSC ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തുടങ്ങിയതിലേക്കുള്ളത്. പിന്നെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തന്നെയാണ് കുറേ എല്ലാ ജില്ലകളിലേക്കും ഉള്ളതുകൊണ്ട് ബൈ ട്രാൻസ്ഫർ ഉണ്ട്, അതെല്ലാം കൂടെ വരുന്നതാണ്. പിന്നെ സ്റ്റെനോഗ്രാഫർ, അസിസ്റ്റൻറ്റ് കമ്പൈലർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് തന്നെ വീണ്ടും വരുന്നു. LD ക്ലർക്ക് വേരിയസ് വരുന്നുണ്ട്. എല്ലാ ജില്ലകളിലേക്കുമുള്ള LD ക്ലർക്കിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അത് 207/2019 ആണ് കാറ്റഗറി നമ്പർ. നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത് വരുന്ന LD ക്ലർക്കിന് ബൈ ട്രാൻസ്ഫറും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. 215/2019 ആണ്. എല്ലാ ജില്ലകളിലേക്കും ഉള്ളതാണ് വന്നിട്ടുള്ളത്. അതാണ് ഇത്രയും എണ്ണം കൂടി പോയിരിക്കുന്നത്. പിന്നെ ഫീൽഡ് വർക്കർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഹെൽത്ത് സർവീസിലേക്കുള്ള ഫീൽഡ് വർക്കർ, അത് 275/2019. അപ്പോൾ NCA നോട്ടിഫിക്കേഷനെയാണ് ശ്രദ്ധിക്കുക. പിന്നെ സൂപ്പർവൈസർ, മെഡിക്കൽ ഫോട്ടോഗ്രാഫർ, സീമാന്, ലാബോറട്ടറി അറ്റൻഡർ, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, അതും വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ സർവൻറ്റ് എല്ലാ റിസർവേഷൻ കാറ്റഗറിയിലേക്കും ഉള്ളതുകൊണ്ട്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഉള്ളതുകൊണ്ട്, NCA നോട്ടിഫിക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, അതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൻ്റേത്. പിന്നെ ബൈൻഡർ, ബോട്ട് ലാസ്കർ, ഫീൽഡ് വർക്കർ, ഹെൽത്ത് സർവീസിലേക്കുള്ള എല്ലാ ജില്ലകളിലേക്കും ഉള്ളത്. ഫീൽഡ് വർക്കറിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് എല്ലാ ജില്ലകളിലേക്കുമുള്ള ലാസ്റ്റ് ഇയർ സർവൻറ്റിൻ്റെ 548/2019 ആണ് കാറ്റഗറി നമ്പർ. പിന്നെ LD ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത്, അത് NCA നോട്ടിഫിക്കേഷൻ്റെ ഉണ്ട്. LD ക്ലർക്ക്, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഉണ്ട്. പ്യൂൺ കം വാച്ചർ ഉണ്ട് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനിലേക്ക്. പിന്നെ ടൈപ്പിസ്റ്റ്, സീമാന്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. അപ്പം ഈ ഒരു എക്സാമും ഈ കൂടെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പം 2020 നമ്മൾ അപ്ലൈ ചെയ്തതാണ്. 105/2020 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം. അതും ഈ ഒരു എക്സാമിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഓർക്കുക. പിന്നെ പ്യൂൺ. ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 150 സീരിയൽ നമ്പർ. നമ്മളിപ്പോൾ ജസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമുകളും നമ്മൾ പറഞ്ഞു. അതിൻ്റെ എല്ലാ ജില്ലകളിലെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കൺഫർമേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ജസ്റ്റ് അവരുടെ ചെറിയ ഇൻഫർമേഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേജാണിത്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു PDF ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാമല്ലോ ഏതൊക്കെ ഈ സീരിയൽ നമ്പർ 1 to 150 വരെയുള്ള അതിൻ്റെ ഒരു PDF ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാവരും ഫെബ്രുവരി തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/11/2020 മുതൽ 23/12/2020 വരെയുള്ള തീയതികളിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ജില്ല കൊടുക്കുന്നത് ശ്രദ്ധിക്കുക.
മീഡിയം ഓഫ് എക്സാമിനേഷൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും കൺഫർമേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൺഫർമേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം എല്ലാവരും മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക്